ഹായ് കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എത്രാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദിത്യ L1 എന്ന പേടകം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ എത്തിയത്? എത്രാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദിത്യ L1 എന്ന പേടകം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ എത്തിയത്? ഉത്തരം 127-ാം ദിവസം. എന്നാണ് ഇന്ത്യയുടെ ആദ്യ സൂര്യദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത്? എന്നാണ് ഇന്ത്യയുടെ ആദ്യ സൂര്യദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത്? ഉത്തരം 2023 സെപ്റ്റംബർ 2-ന്. ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എന്ത് പേരിലാണ്? ഉത്തരം ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ ഇന്ത്യൻ ഗവൺമെന്റ് റേഡിയോ പ്രക്ഷേപണം ഏറ്റെടുത്തത് ഏത് വർഷമാണ്? ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ ഇന്ത്യൻ ഗവൺമെന്റ് റേഡിയോ പ്രക്ഷേപണം ഏറ്റെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1930 ഏപ്രിൽ 1-ന്. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ്? ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ്? ഉത്തരം 1936 ജൂൺ 8. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്ന് എത്ര പേർ ഉണ്ടായിരുന്നു? ഉത്തരം കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്ന് എത്ര വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്ന് എത്ര വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം 3 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിച്ചത്? എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിച്ചത്? ഉത്തരം ലാഹോർ സമ്മേളനത്തിൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം 1946-ലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946-ൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 1946-ൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം 389 അംഗങ്ങൾ. ഭരണഘടന എന്ന ആശയം ആദ്യം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ഭരണഘടന എന്ന ആശയം ആദ്യം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ഉത്തരം ബ്രിട്ടനിലാണ് ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉരുത്തിരിഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഉത്തരം സിംഹമുദ്ര. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്?
ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ഈ വർഷം നടക്കാൻ പോകുന്ന അക്ഷരമുറ്റം ക്വിസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം.